തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിയുടെ വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ 4 അംഗ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി. ഡോക്ടർ ഹാരിസിന്റെ പരസ്യ പ്രതികരണങ്ങളിൽ ആരോഗ്യവകുപ്പിന് അതൃപ്തിയുണ്ടെങ്കിലും ഡോക്ടർക്കെതിരെ നടപടി വേണ്ടെന്നാണ് തീരുമാനം. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ഇന്നലെയൊക്കെ ഡോക്ടർക്കെതിരെ ഒരു വകുപ്പ് തല നടപടിക്ക് സാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിലും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ വാക്കുകൾ ആരോഗ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതൃപ്തി ഉള്ളിലുണ്ടെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് അത് പൊതുജന പിന്തുണ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ജിൽസി, ഗുഡ് മോർണിംഗ്. അപ്പോൾ അങ്ങനെ തന്നെ ഒരു സമഗ്രമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പരിശോധിച്ചുള്ള ഒരു അന്വേഷണം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർക്കെതിരെ ഒരു അച്ചടക്ക നടപടി ഉണ്ടാകും എന്നുള്ളൊരു സൂചനയൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിലേക്ക് ആരോഗ്യവകുപ്പ് നിലവിൽ കടക്കില്ല. വളരെ സത്യസന്ധനായിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സിസ്റ്റത്തിൻ്റെതാണ് എന്നാണ് മന്ത്രിയുടെ പ്രതികരണം. അപ്പോൾ എന്തായാലും ഈ പ്രശ്നത്തെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം വളരെ സമഗ്രമായിട്ട് തന്നെ ആരോഗ്യവകുപ്പ് അന്വേഷിക്കും. അതിനുവേണ്ടി ഒരു 4 അംഗ വിദഗ്ധ സമിതിയെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയോഗിച്ചിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും നെഫ്രോളജി വിഭാഗം മേധാവിയും സംഘത്തിന്റെ ഭാഗമാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും യൂറോളജി വിഭാഗം മേധാവിയും ഈ പറയുന്ന 4 പേരടങ്ങുന്ന സമിതിയാണ് ഇക്കാര്യങ്ങൾ വളരെ വിശദമായിട്ട് അന്വേഷണം നടത്തുക. ഈ അന്വേഷണത്തിന് DME ഡോക്ടർ വിശ്വനാഥൻ മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടും പ്രിൻസിപ്പളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാറും പ്രിൻസിപ്പൽ ഡോക്ടർ ജബ്ബാറും അന്വേഷണ പരിധിയിൽ വരുന്നു എന്നുള്ളതുകൂടി എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആദ്യഘട്ടത്തിൽ അവരെ കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തും, അല്ലെങ്കിൽ അവർ അന്വേഷണ സമിതിയിൽ ഉണ്ടാകും എന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് ആരോഗ്യവകുപ്പ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ പർച്ചേസ് ചെയ്യുന്ന HDS മുഖേന പർച്ചേസ് ചെയ്യുന്ന ഉപകരണങ്ങളുടെ കാര്യത്തിനകത്ത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, പർച്ചേസ് ലിസ്റ്റ് നൽകുന്നതിനകത്ത് പ്രിൻസിപ്പലിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് എത്രയും വേഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള 2 മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘത്തെ ഇതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ ആരോഗ്യവകുപ്പിനുണ്ട്. പ്രത്യേകിച്ച് കേരള പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണ ഹാരിസ് ചിറക്കലിന്റെ ആരോപണത്തോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലോടുകൂടി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും വലിയ പ്രതിക്കൂട്ടിൽ കൂടിയാണ്. ഇതിനകത്ത് എടുത്തു പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ആരോഗ്യവകുപ്പിന്റെ 2024-2025 ബജറ്റിൽ അലോക്കേറ്റ് ചെയ്ത തുക വെട്ടിക്കുറച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തിനായിട്ട് അനുവദിച്ച 401 കോടിയിൽ നിന്ന് അത് വെട്ടിക്കുറച്ച് 284 കോടിയാക്കുന്നു. അതുപോലെ ബജറ്റിൽ അനുവദിച്ച ആരോഗ്യവകുപ്പിന് അനുവദിച്ച 182 കോടി 90 കോടിയാക്കുന്നു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഒരു വെട്ടിച്ചുരുക്കൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആരോഗ്യവകുപ്പിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യവകുപ്പ് നിലവിൽ വലിയ പ്രതിക്കൂട്ടിലാണ്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല ഇതിനെ കാണുന്നത്. മറ്റു പല മെഡിക്കൽ കോളേജിലും സമാനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി ഉയർന്നു വരുന്നുണ്ട്. വിവിധ വിഭാഗങ്ങളിൽ സമാനമായിട്ടുള്ള മരുന്നുക്ഷാമവും ഉപകരണക്ഷാമവും ഒക്കെയുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായിട്ടുള്ള ഇന്റേണൽ ഓഡിറ്റ് നടത്താൻ വേണ്ടി ആരോഗ്യവകുപ്പ് ഒരുങ്ങിയിട്ടുണ്ട്. എന്തായാലും അതായത് നിലവിലെ അന്വേഷണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ മാത്രം കേന്ദ്രീകരിച്ചായിരിക്കും, അല്ലേ? ജിൽസി, നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ ഒരു 4 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. കോട്ടയം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രിൻസിപ്പളും സൂപ്രണ്ടും 2 നെഫ്രോളജി യൂറോളജി വിഭാഗം മേധാവിമാരും അടങ്ങുന്ന ഒരു 4 അംഗ സമിതിയാണ് ഇക്കാര്യങ്ങൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആരോപണങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുക. അതിനും അപ്പുറത്തേക്ക് മറ്റെല്ലാ മെഡിക്കൽ കോളേജിലും മരുന്നുക്ഷാമവും ആൾക്ഷാമവും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യവകുപ്പിന് വളരെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതായുണ്ട്. അക്കാര്യങ്ങളിൽ DME DHS അടക്കമുള്ള ആളുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടാവും. എന്തായാലും നിലവിൽ ആരോഗ്യവകുപ്പിന് നേരിട്ടുള്ള ഒരു ഇന്റേണൽ ഓഡിറ്റ് അതാത് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു വരുന്നു എന്നുള്ള വിവരം കൂടി ഇതിനോട് തന്നെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ എല്ലാ മെഡിക്കൽ കോളേജിലും വളരെ വിശദമായ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് നിലവിൽ ഉത്തരവിട്ടില്ല. പക്ഷേ ഇന്റേണൽ ആയിട്ടുള്ള ഒരു അന്വേഷണം നടന്നു വരുന്നു. അതിനകത്ത് എന്തെങ്കിലും വീഴ്ച കണ്ടാലായിരിക്കും മറ്റ് കൂടുതൽ സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് അക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് നിലവിൽ കടക്കുക. എന്തായാലും ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ആരോഗ്യവകുപ്പിന്റെ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവുക. ജിൽസി, എന്തായാലും ആരോഗ്യവകുപ്പ് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിന് ഒരുങ്ങുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ഇന്നലെ മന്ത്രി വീണ ജോർജ് തന്നെ പറഞ്ഞിരുന്നു ഡോക്ടർ ഹാരിസ് വളരെ സത്യസന്ധനാണ്, അദ്ദേഹം കഠിനാധ്വാനിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തിയത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളുടെ മെറിറ്റിൽ തന്നെ ഒരു അന്വേഷണം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി
മറക്കാനുള്ളൊരു വ്യഗ്രതയാണോ സർക്കാർ എന്ന് സംശയിച്ചിരുന്നെങ്കിലും തൽക്കാലം ഒരു പൊതുജന സപ്പോർട്ട് അദ്ദേഹത്തിന് അനുകൂലമായൊരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെടാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു കൃത്യമായൊരു അന്വേഷണം നടത്തി അതിൽ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നൊരു നിലപാടിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുന്നു. അപ്പോൾ അന്വേഷണം നടക്കട്ടെ അല്ലേ?